ഹലോ, ആ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഡോക്ടർ സണ്ണിയാണ്. ആ ഞാൻ നാഗവല്ലിയെ തളച്ച റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് എന്തായാലും നാഗവല്ലിയെ പൊക്കിയിരിക്കും. അവളുടെ നാഗവല്ലിയുടെ അരയിൽ ഒരു ഏലസ് കിടപ്പുണ്ട്. അത് പൊട്ടിച്ച് മാറ്റിക്കളഞ്ഞാൽ അവളുടെ ശക്തി എല്ലാം പോവും. ബാക്കി ഞാൻ ഏറ്റെന്ന് ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. ഓക്കെ അപ്പം പിന്നെ വാസന്തി അണ്ണം വന്ന് കഥ പറ. യു ഞാൻ ഇത് ഏത് റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് തട്ടുന്നത്? ഇത് നാഗവല്ലിയുടെ റൂമല്ലായിരുന്ന? ഇതാണ് പഴയ കുണം എല്ലാം കൂടെ കയറി വരും. മൈൻഡി വാ ഡോക്ടർ സണ്ണി, മൈൻഡി വാ. ഇനി ഒറ്റ വഴിയേ ഉള്ളു, ആ ചങ്കരമ്പ തമ്പിൽ തന്നെ പിടിച്ചു നോക്കാം. ഇതിൽ തന്നെ ഒരു കളി കളിച്ചു നോക്കാം. ചങ്കരൻ തമ്പിയായിരുന്നു, അതാ വാത്തത്താറാവായിരുന്നു. ഇത് എന്തൊരു സാധനം ഇത്? പെണ്ണെ നാഗവല്ലി, ഞാൻ ക്ഷീരദർശന കോർപ്പറേഷനിൽ നിന്ന് പാല് ഇറക്കാൻ വന്ന അണ്ണാച്ചി. ഈ മെതിയടി ഇട്ടോണ്ട് ഇതുവഴി നടക്കുന്ന ചങ്കരൻ തമ്പി അല്ലാതെ വേറെ ആരും ദുൽഖർ സൽമാൻ ഇതുവരെ മെതി ഇട്ടോണ്ട് നടക്കുവോ? തുറക്കാൻ തന്നെ വന്നേന്ന് പെണ്ണ അടങ്ങ്. അത് കൊള്ള കഥ തുറക്കാൻ വന്നപ്പോ പള്ളു പറയണം. എനിക്ക് അവിടെ കട. അയ്യോ പ്ലീസറാ, ഒന്ന് തുറന്നാടാ ചെല്ലകളി, ഒന്ന് തുറയടാ പ്ലീസറാ. അങ്ങനെ വല്ലതും പറയട്ടാ. തുറക്കാണ്. നീ ഈ സിലോപ്പി മീൻ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഊന്നാക്കാതെ എന്തിനാണ് കാര്യം എന്ന് പറ. നിങ്ങൾ മനുഷ്യനാണ് മനുഷ്യ. ഞാൻ എത്ര കാലം അതിനകത്ത് കിടക്കണം. എനിക്കൊരു ബക്കറ്റാ, ഒരു ടവല, എന്തിനു ഇട്ടുമാറാ ഒരു നൈറ്റിയെങ്കിലും നിങ്ങൾ തന്ന. പിന്നെ നിനക്ക് ടവലും നൈറ്റും തന്നെ അകത്ത് പ്രസവത്തിന് ഏറ്റേക്കല്ല, തളച്ചിട്ടേക്കാണ്. അയ്യോ അണ്ണാ, അറിഞ്ഞാണ്ടാ ആ ശങ്കരൻ തമ്പിയല്ലേ രാമനാഥനെ കൊന്നളഞ്ഞണ്ണ. പിന്നെ ശങ്കരൻ തമ്പിയുടെ ചോറ് കൊണ്ടിട്ട് നീ അവനെ വളയ്ക്കാൻ ചെന്ന പിന്നെ കൊല്ലാതെ തട്ടിലിട്ടിങ്ങനെ ആട്ടാ. അതല്ലണ്ണ, ആ മുറിക്കകത്ത് ഇറങ്ങപ്പോഴേ എനിക്ക് രാമനാഥൻ ഓർത്ത് കിളിർത്തണ്ണ, ഓർമ്മ കിളിർത്ത്. ഹോർമോണിന്റെ കുഴപ്പമാണ് രോമം കിളിർത്തത്. രോമം കിളിർത്തുന്നല്ല, എന്റെ ഓർമ്മ കിളിർത്തു. അതായിരുന്ന അപ്പൊ കുറെ നാളായിട്ട് നീ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ഞാൻ ആലോചിച്ചിട്ട് ആലുവയ്ക്ക് പോയിട്ട് ഞാൻ മണപ്പുറത്ത് ഇരുന്നിട്ട് ചിതാഭസ്മം ഇങ്ങനെ ഒഴുക്കും. നീ എന്തൊരു പെണ്ണ ഇത്? എവളുണ്ടല്ലോ ഇന്നേക്ക് ദുർഗാഷ്ടമി, കലണ്ടർ നോക്കിയോ? ഇന്ന് ഒക്ടോബർ 2 ആണോ? ഇന്നാണോ ദുർഗാഷ്ടമി? ആണോ? ഒരു പൈന്റ് പോലും കിട്ടാതെ ഞാൻ കിടന്ന് അലയുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ മണ്ടക്കാണ് അറിഞ്ഞ അതിന്റെ റിയാക്ഷൻ താ. ഞാൻ വേട്ടക്കാരന്, നീ കുയില് വല്ല ഇങ്ങനെ നടന്ന് കൂവാ. കറക്റ്റ് റിയാക്ഷൻ താ. അത് കിട്ടണമായിരുന്നു. Shut up your bloody mouth, I say. Yes, you say. All the stages are players and the stage are women's and men's are. This is written by William Shakespeare. നാഗവല്ലി, I am sorry, sir. അല്ല പെണ്ണെ, നിന്നെ തളച്ചിട്ടാ നിനക്ക് അകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് വല്ല ഉണ്ടായിരുന്നോ? അല്ല കട്ടക്ക് എന്നങ്ങ് പറയുന്ന, അതുകൊണ്ട് ചോദിച്ചത്. അയ്യോ വാസത്തി ബോധം കെട്ടോലെ, ഇവളും ബോധം കെട്ടെ. അതും ഇനി എന്റെ തലയിലാവേ. ഇത് തന്നെ പറ്റിയ സമയം. ഇവളുടെ അരയെ കിടക്കുന്ന അരിഞ്ഞാണോ മറ്റേ ഏലസ് ഇന്ന് പൊട്ടിച്ചിട്ട് എന്റെ കാര്യം. ആളത്ര വെടിപ്പല്ലേ? അല്ല, റൂട്ട് വിട്ടൊരു ട്രാൻസാക്ഷൻ. എന്തൊരു ഒന്നുമില്ലേ? സിലോപ്പി മീൻ പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്തൊരു വേണ്ട, എനിക്ക് വേശക്കണ്. അതൊക്കെ കൈ കരുതിക്കൊണ്ട് തന്നെ ഞാൻ വന്നേന്ന്. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ദാണ്ടാ പൊറോട്ടയും ചിക്കൻ ഫ്രൈ നിനക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നേന്ന്. പിന്നെ സണ്ണി, ഞാൻ പറയട്ടെ, ഇത് രായപ്പഞ്ചേട്ടന്റെ കടയിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അല്ലേ? നിനക്ക് തെറ്റി. ഇത് രാമുവിന്റെ കടയിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ്. അല്ല, ഞാനും ഇതൊക്കെ കുറെ അറിയാവുന്നതാ. ഇത് രായപ്പൻ ചേട്ടന്റെ കടയിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും തന്നെയാ. കുറെ കല്യാണത്തിന് പോയി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുത്തവനാ ഞാൻ. അതുകൊണ്ടാണ് പറയണത് ഇത് രാമുവിന്റെ കടയിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ്. നാഗവല്ലിക്ക് ഒരു ചുക്കും അറിയില്ല. എനിക്കോ അത് വിട്ടിട്ട് മണ്ടവളൊക്കെ തിന്നുണ്ട്. എന്നാലും ഞാൻ ഇത്രയും തുക്കിട്ട് കടന്നു പോകും. ഇനി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചോണ്ട് തന്നല്ലേ. ഇതിനകത്ത് വട്ടത്തിൽ കിടക്കുന്ന സവാള എവിടെയാടേ? ഇത് നിന്റെ അപ്പച്ചിയുടെ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ല, കടയിൽ നിന്ന് മേടിച്ചാണ്. അതനുസരിച്ചുള്ള സാധനം കിട്ടുള്ളൂ. എന്നാലും ഇത്ര നമ്മൾ ഞാൻ പട്ടിണി കൊടുത്തപ്പോ എനിക്ക് തന്നല്ലോ. ഉപ്പുമുളകില്ലാത്ത ചിക്കൻ ഫ്രൈ ആണ് കൊണ്ട് തരണേ. എനിക്ക് എങ്ങനെയാണോ തിന്നണത്? ഞാൻ ഡോക്ടർ സണ്ണിയാണ്, അല്ലാതെ വെയിറ്റർ സണ്ണിയല്ല. പിന്നെ നാഗവല്ലി, ഞാൻ ഇതൊക്കെ കൊണ്ടു തന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാനെന്തോ പറഞ്ഞോ, എന്തോ പറയണമെന്നുണ്ടായി, പറഞ്ഞോ, പക്ഷെ മറന്നുപോയി. സാരമില്ല, എപ്പോഴെങ്കിലും കാണുമ്പോ
ഒരു തമാശ കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പൊ ഞാൻ പോകുന്നു. ഒന്ന് വിളിക്കോ എന്നെ. ഒറ്റയ്ക്കാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, എന്നിട്ടും എന്നെ വിളിച്ചില്ലല്ലോ. എന്താ പെട്ടെന്ന് പറയാമെന്ന കാര്യം ഓർത്തു. അയ്യോ, മറന്നു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞോ. കുറച്ച് ഗ്രേവി ആണോ എനിക്ക് തരാൻ? വിശന്നിട്ട് വയ്യ, കുറെ നേരമായിട്ട് കിടന്ന് ഓടിയാണ്. അത് മൊത്തം ഞാൻ തിന്ന്. മൊത്തം തിന്നല്ലേ? വിശ കയറ്റിട്ടിരിക്കല്ലേ? എന്നാ പിന്നെ ഞാൻ പോണ വേണ്ട. അയ്യോ, അങ്ങനെ പോവില്ലേ സണ്ണി, അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ. കനവെന്തോണി കൂട്ടുകുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ. കനവെന്തോണി കൂട്ടുകുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. പെണ്ണ കഥ തുറക്കണ്ടേ? തുറക്കൂല. പെണ്ണെ തുറക്കണ്ടേ? തുറക്കൂലടാ. അത് ശരി. കൊറേ നാള് നീയൊക്കെ എന്നെ അതിനകത്തോട്ട് നരകിപ്പിച്ചില്ലേ. ഇനി നീ അവിടെ കിടക്ക്. അപ്പൊ നാഗവല്ലി, നാഗവല്ലി, ഡോക്ടർ സണ്ണി, ചിഞ്ചടിക്ക.